നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 32 വയസ്സുള്ള ഭർത്താവും 29 വയസ്സുള്ള ഭാര്യയും വന്നത് അവരുടെ ദാമ്പത്യത്തിലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. രണ്ടുപേരും മാനേജ്മെൻറ്റ് ബിരുദധാരികളാണ്, ഉദ്യോഗസ്ഥരുമാണ്. വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ അത്യാവശ്യം നല്ല പദവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അക്കാദമിക് നിലവാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സമർത്ഥരായിട്ടുള്ള 2 വ്യക്തികളാണ് അവർ രണ്ടുപേരും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചോദിച്ചു തുടങ്ങും, വിശേഷമൊന്നും ആയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. ഇന്നത്തെ യുവതലമുറയ്ക്ക് വളരെ അസഹ്യമായിട്ടുള്ള ചോദ്യമാണത്. കാരണം അവർ പലപ്പോഴും അവരുടെ കരിയർ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തൊരു ഘട്ടമായി സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ കൈവരിച്ച ശേഷം മാത്രം കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം അവർ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ വീട്ടുകാർ അത് അനുവദിച്ചു എന്ന് വരില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ 4 വർഷമായി കുട്ടികളായിട്ടില്ല. അതിനെ തുടർന്ന് വീട്ടുകാരുടെ ഇടയിൽ സംസാരം വരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പയ്യൻ്റെ വീട്ടുകാരെടുത്ത് പറയുന്നു, അവർ തമ്മിൽ സംസാരമാകുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ പയ്യൻ്റെ വീട്ടുകാർ പയ്യൻ്റെ അടുത്ത് പറയുന്നു, അവനത് ഇഷ്ടപ്പെടാതെ വരുന്നു. ഇങ്ങനെ ദാമ്പത്യത്തിലൊരു അസ്വാരസ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് പരസ്പരം സഹിക്കാനാകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ ദമ്പതികൾ വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പരസ്പരം ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയാണോ? ഇല്ല, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്. ഞങ്ങൾ പ്രണയിച്ച് തന്നെ വിവാഹം കഴിച്ചതാണ്. ഞങ്ങൾക്ക് പരസ്പരം ഇപ്പോൾ ഇഷ്ടമാണ്. പിന്നെ എന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം? ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അടിസ്ഥാന പ്രശ്നം പുറത്തേക്ക് വരുന്നത്. ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ യോനിയിലെ പേശികൾ വലിഞ്ഞു മുറുകി അടിവയറ്റിൽ കഠിനമായ വേദന വരുന്നു. അതുമൂലം സുഗമമായൊരു ലൈംഗിക ബന്ധം സാധ്യമാകാതെ വരുന്നു. ഇത് ആവർത്തിച്ച് പല പ്രാവശ്യം വന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ രണ്ടുപേരും നടത്തി. പക്ഷേ അപ്പോഴെല്ലാം വലിയ നിലവിളിയും കരച്ചിലുമൊക്കെയാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഈ പയ്യൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന അവനോടുള്ള ഇഷ്ടക്കുറവാണ് ഇതിൻ്റെ പുറകിലെന്ന്. അവൻ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടോ, പ്രണയമുണ്ടോ, നിനക്ക് എന്നോട് വെറുപ്പാണോ, അതുകൊണ്ടാണോ നീ സഹകരിക്കാത്തത്? ഇതൊരു ലൈംഗിക ബന്ധത്തിലെ സഹകരണമില്ലായ്മയായിട്ടാണ് പുരുഷൻ എടുക്കുന്നത്. എന്നാൽ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒന്നുമില്ല, പക്ഷേ എനിക്കിത് പേടിയാണ്, ഈ ഒരു കാര്യം എനിക്ക് പേടിയാണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടി വരുന്നുണ്ട്. പക്ഷേ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്ത അടിവയറ്റിൽ വേദന വരികയാണ്, നെഞ്ചിടിപ്പ് കൂടുകയാണ്, വെപ്രാളം വരികയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് വജൈനിസ്മസ് അല്ലെങ്കിൽ യോനി സങ്കോചം എന്ന് പറയുന്നത്. ഈ വജൈനിസ്മസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പലപ്പോഴും ദാമ്പത്യ ബന്ധത്തിലൊരു സുഗമമായ ലൈംഗിക ബന്ധം സാധ്യമാകാത്തതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് യോനി സങ്കോചമാണ്. പലപ്പോഴും ഈ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് പെൺകുട്ടികളുടെയൊക്കെ മനസ്സിൽ അവരുടെ കുട്ടിക്കാലം തൊട്ട് അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് കേട്ട പല നിറം പിടിപ്പിച്ച കഥകളും അത് പലപ്പോഴും പേടിപ്പെടുത്തുന്ന സംഗതികളായിരിക്കും. ഇത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്, രക്തസ്രാവം ഉണ്ടാകും, ഇത്തരത്തിലുള്ള വളരെ ഭീതിജനകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കഴിയുമ്പോൾ ഇതിനോടുള്ള ഒരു ഭയമായിട്ട്, ഒരു അമിത ഉത്കണ്ഠയായിട്ടത് പ്രകടമായേക്കാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാകാം ഒരു പക്ഷേ ഈ യോനി സങ്കോചം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ ചികിത്സിച്ച് പരിഹരിച്ചിരുന്നു എങ്കിൽ ഈ മാതാപിതാക്കൾ ഇതിൽ ഇടപെടേണ്ട അവസ്ഥയും മാതാപിതാക്കൾ തമ്മിലൊരു വഴക്കുണ്ടാകേണ്ട അവസ്ഥയും ഇവരുടെ ഈ ദാമ്പത്യ ബന്ധം ഇത്രയധികം വഷളാകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ലൈംഗിക ആരോഗ്യ പ്രശ്നങ്ങൾ അത് തുറന്നു പറയാനും ചർച്ച ചെയ്യാനും പോലും പൊതുവേ ഒരു മടിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഒട്ടും തന്നെ അത് തുറന്നു പറയാതിരിക്കുക എന്നുള്ളതാണ് രീതി. പക്ഷേ തീർച്ചയായിട്ടും ഈ യോനി സങ്കോചം കൃത്യമായ ചികിത്സയിലൂടെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആദ്യഘട്ടത്തിൽ ചില റിലാക്സേഷൻ പരിശീലനങ്ങൾ നൽകേണ്ടി വരും. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലെയുള്ള ചില പരിശീലനങ്ങൾ നൽകി അവരുടെ ഉത്കണ്ഠയെ ലഘൂകരിക്കലാണ് ആദ്യപടി. ഇത് കഴിഞ്ഞാൽ കെഗൽസ് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞ യോനിയിലെ പേശികളുടെ വഴക്കം കൂട്ടുന്ന ചില വ്യായാമങ്ങളുണ്ട്. അതൊരു 3 മാസം തൊട്ട് 4 മാസം വരെ കൃത്യമായിട്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ യോനി സങ്കോചത്തിന് നല്ല രീതിയിലുള്ളൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആവശ്യമുള്ള പക്ഷം സീരിയൽ ഡയലറ്റേഷൻ പോലെയുള്ള സങ്കേതങ്ങളും ചികിത്സയുടെ ഭാഗമാക്കാം.
വളരെ തീവ്രമായ ഉത്കണ്ഠയുണ്ട് എങ്കിൽ, ചില ആളുകൾ പറയാറുണ്ടത് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നെഞ്ച് കിടന്ന് പടപട ഇടിക്കും, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രാത്രിയിൽ ഉറക്കം കിട്ടാത്ത അവസ്ഥ വരും. ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞ് അല്ലെങ്കിൽ ഒരുപക്ഷെ 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യായിരിക്കാം, വീക്കെൻഡ്സിൽ ഒരുമിച്ച് കാണുന്നു. അപ്പം ഭർത്താവിനെ കാണേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ തന്നെ തലേന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അത്രത്തോളം തീവ്രമാണ് ഉത്കണ്ഠയെങ്കിൽ ആ ഉത്കണ്ഠ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ഉത്കണ്ഠ വിരുദ്ധ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ മരുന്നുകളും ഈ പരിശീലനങ്ങളും ഉപയോഗിച്ചാൽ യോനി സങ്കോചം പൂർണ്ണമായും മാറ്റിയെടുക്കാം. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും വെച്ചുകൊണ്ടിരുന്ന് വഷളായി പോകാൻ അനുവദിക്കരുത്. കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നാൽ അതിൽ മറ്റു പലരും ഇടപെടേണ്ട ഒരു സാഹചര്യം വരികയും അത് വീട്ടിലെ ഒരു കുടുംബ കലഹമായിട്ട് തന്നെ അത് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നന്ദി, നമസ്കാരം.